പൊതുവേ ക്ഷേത്രങ്ങളുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന പഞ്ചായത്തുകളിലൊന്നാണ് ആലപ്പാട് പഞ്ചായത്ത്. അതിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള പ്രദേശം നമ്മൾ സഞ്ചരിച്ചാൽ പടിഞ്ഞാറ് വശം കടലും കിഴക്ക് വശം കായലുമായുള്ള അധികം വീതിയില്ലാത്ത നീളത്തിലുള്ള ആ പ്രദേശത്ത് വ്യത്യസ്തമായ ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട്. സ്വാഭാവികമായി കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന മനുഷ്യർ എന്ന നിലയിൽ ആ നാടിന് ചില പ്രത്യേകതകളുമുണ്ട്. അവിടുത്തെ ശ്രീ സുബ്രഹ്മണ്യം സ്വാമി ക്ഷേത്രത്തിലെ കുംഭഷഷ്ഠി മഹോത്സവത്തിനാണ് എന്നെ ക്ഷണിച്ചത്. അവിടുത്തെ ഭാരവാഹികളായ ശ്രീനാഥും മറ്റു സുഹൃത്തുക്കളും ഒക്കെ വിളിച്ചപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ആ ചടങ്ങിൽ പങ്കെടുത്തു. വളരെ ഹൃദയപൂർണ്ണമായിരുന്നു അവരുടെ സ്വീകരണവും. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അവരോട് വർത്തമാനം പറയുകയും ചെയ്തു. കാണാമത്. ഇന്ന് മനുഷ്യർക്കിടയിലുള്ള ഒരു ചിന്തയുണ്ട്. ഹിന്ദുവിൻ്റെ ശത്രു മുസ്ലിം, മുസ്ലിമിൻ്റെ ശത്രു ഹിന്ദു, ഇവരുടെ രണ്ടുപേരുടെയും ശത്രു ക്രിസ്ത്യാനി. അല്ല, ഹിന്ദുവിൻ്റെ ശത്രു കപട ഹിന്ദു, മുസ്ലിമിൻ്റെ ശത്രു കപട മുസ്ലിം, ക്രിസ്ത്യാനിയുടെ ശത്രു കപട ക്രിസ്ത്യാനി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഏറ്റവും സമാധാനപൂർണമായ ജീവിതത്തിൻ്റെ പദ്ധതി പറഞ്ഞു തരുന്നതാണ് മതം. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദിയാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമമെന്ന് കവി പറഞ്ഞതുപോലെ വെറും നദിയിൽ ഒഴുകിപ്പോകുന്ന തടിക്കഷണം പോലെ ഇതൊക്കെ ആലപ്പാടുകാരോട് പറയേണ്ട കാര്യമില്ല. ജീവിതം കൊണ്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഏറ്റവും ഹലാലായ ഭക്ഷണം എന്ന് പറയും, അഥവാ ഏറ്റവും ശരീരത്ത് പിടിക്കുന്ന ഏറ്റവും അർഹമായ ഭക്ഷണം കഴിക്കുന്നത് മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്ന മനുഷ്യരാണെന്ന് പല ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താ, അതിൽ കാപട്യമില്ല, അതിൽ ഒത്തുകളിയില്ല, അതിൽ ചതിയില്ല, അതിൽ കമ്മീഷനടിയില്ല, അതിൽ വഞ്ചനയില്ല. അങ്ങ് അനന്തമായി കിടക്കുന്ന കടൽ, അതിൻ്റെ നടുവിൽ നിസ്സഹായരായ കുറേ മനുഷ്യർ. നിങ്ങൾ 5ഓ 10ഓ ഉണ്ടെന്ന് വിചാരിച്ച് അതിൻ്റെ തിരമാലയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ ശക്തിക്കോ ഒന്നും മുന്നിൽ നിങ്ങൾ ആരുമല്ല. വളരെ നിഷ്കളങ്കമായ മനസ്സോടെ കുടുംബം പോറ്റണം, വരുമാനം വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു പോകുന്ന നിങ്ങളുടെ വരുമാനമാണ് ഏറ്റവും അധ്വാനിക്കുന്നവന് അർഹമായ ഹലാലായ ഭക്ഷണം എന്ന രീതിയിൽ ഏറ്റവും ശരീരത്ത് പിടിക്കുന്ന ഭക്ഷണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യനാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങളുടെ തമ്പുരാൻ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പാടിയത് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ എന്നാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെ രക്ഷിച്ച് നിലനിർത്തിയിരിക്കുന്ന, അല്ലാതെ ഇനി കൂടുതൽ വേണമെന്നല്ല പറയുന്നത്, അതുമാത്രം മതിയായതാണ് നന്മ ചെയ്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പുരാണങ്ങൾ. ധർമാർത്ഥ കാമ മോക്ഷാണാം ഉപദേശ സമന്വിതം പുരാവൃത്തം കഥായുക്തം ഇതിഹാസം പ്രദക്ഷിതേ എന്നാണ് പറയുന്നത്. എന്തിനാണ് രാമായണ മാസം ആചരിക്കുന്നത്? എന്തിനാണ് ഭാഗവതം വായിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതൊക്കെ വായിക്കുമ്പോൾ മൈക്കുകാരൻ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യസന്ധമായ രീതി. ധർമാർത്ഥ കാമ മോക്ഷാണാം, അതായത് സമ്പത്തിൻ്റെയും നമ്മുടെ ശാരീരിക ഇച്ഛകളുടെയും അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചിതമായി ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരായി തീരാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. 3ഉം 7ഉം 40ഉം പിന്നെന്താണ് ആണ്ടും എല്ലാം നടത്തുന്നു. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ
സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സ്വന്തം സഹോദരനോട് ഒന്ന് സംസാരിക്കാൻ. എന്തിനാണ് രാമൻ്റെ കഥ ആവർത്തിച്ചാവർത്തിച്ച് എല്ലാ വർഷവും രാമായണ മാസത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ചെല്ലുന്നത്? എന്തിനാണ് ലക്ഷ്മണനെ പരിചയപ്പെടുത്തുന്നത്? അതെന്തെങ്കിലും പരിചയപ്പെടുത്തുന്നതിലൂടെ നടത്തുന്നതിലൂടെ ഇപ്പം ഇവിടെയുള്ള ഈ അന്നദാന മന്ദിരത്തിൽ കാണുന്ന ആ സ്ഥലത്തേക്ക് ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാനാ? അല്ല, ആത്മാവിൻ്റെ ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ ധർമ്മം. ആത്മാവിൻ്റെ ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ ധർമ്മം. ഈ പ്രകൃതിയുടെ അടിസ്ഥാനം സ്നേഹമാണ്. കാണുന്നതും കാണാത്തതുമായ വസ്തുക്കൾക്കിടയിലുള്ള സ്നേഹമാണ് ഈ പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ 1918 എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവകാശം വേണമെന്ന് ഉറക്കെ സമൂഹം കേൾക്കെ ഉച്ചത്തിൽ നിർഭയനായി വിളിച്ചു പറഞ്ഞ ഒരാൾ ഡോക്ടർ വേലിക്കുട്ടി അരയൻ എന്ന ഒരു ധീവര സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും അടയാളപ്പെടുത്തപ്പെടേണ്ട ഒന്നാണ്. പക്ഷേ ചരിത്രം എഴുതുമ്പോഴും അത്തരം കാര്യങ്ങൾ പറയുമ്പോഴുമൊക്കെ ചരിത്രത്തിനുമുണ്ട് ഒരു തലയിലെഴുത്തും ഒരു താല്പര്യവും ഒക്കെ. 1916-17 അരയൻ എന്ന ഒരു പത്രം പുറത്തിറക്കി. ആ പത്രത്തിലൂടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെയും സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെയും ഏറ്റവും ഉറച്ച് ശബ്ദിക്കാൻ അന്നത്തെ കാലത്ത് വിശുദ്ധ ഖുർആനിലെ വചനവും ഭഗവത്ഗീതയിലെ വചനവും ബൈബിളിലെ വചനങ്ങളും ഏത് നവോത്ഥാന വചനങ്ങളും ഒരു പത്രത്തിൽ ഒരു സമുദായത്തിൻ്റെ പേര് വെച്ച് ഇറക്കാൻ ധൈര്യം കാണിച്ച ധീരനായ ഒരു നാടിൻ്റെ പുത്രനായ വേലുക്കുട്ടി അരയൻ്റെ ഓർമ്മകൾ അലയടിച്ച് നിൽക്കുന്ന മണ്ണിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഇന്നത്തെ പത്രങ്ങളും അത്തരം സംഗതികളിലുമൊക്കെ സമുദായമുണ്ടെങ്കിലും നേർക്ക് നേരെ സമുദായത്തിൻ്റെ പേര് പറയാതെ ഒരുതരം ഒളിച്ചുകളി നടത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്താണ് ഈ നവോത്ഥാന മുന്നേറ്റത്തിന് വഴികാട്ടിയായ ഒരു മനുഷ്യൻ്റെ പിൻതലമുറക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ വായിച്ച വേലുക്കുട്ടി അരയൻ ഈശ്വരവിശ്വാസി ആയിരുന്നില്ല. പക്ഷേ ഈശ്വരവിശ്വാസി അല്ലെങ്കിൽ പോലും ഈശ്വരവിശ്വാസമുള്ളവർക്കെല്ലാം ജാതി മത ഭേദമില്ലാതെ ക്ഷേത്രത്തിൽ തൊഴാനുള്ള അവകാശമുണ്ട്. കുറച്ചുപേര് അകത്തും കുറച്ചുപേര് പുറത്തും എന്ന് പറയുന്ന വ്യവസ്ഥിതി സാധ്യമല്ല. എനിക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. വിശ്വസിക്കുന്നവർക്ക് തുല്യമായ അവകാശമുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആളാണ് വേലുക്കുട്ടി അരയൻ. അതുകൊണ്ടാണ് ഹവർണ ഹിന്ദു മഹാസഭ എന്ന പേരിൽ 1920 കായംകുളത്ത് വെച്ച് ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ, SNDPയുടെ നേതൃത്വത്തിൽ സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആകാനുള്ള യോഗ്യത ആർക്കാണെന്ന സംശയത്തിൽ അവർക്കാർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ VV വേലുക്കുട്ടി അരയൻ എന്ന മനുഷ്യനാണ് അതിൻ്റെ സെക്രട്ടറി ആവേണ്ടതെന്ന് ഐകകണ്ഠ്യേന തീരുമാനിച്ചുവെങ്കിൽ അതൊരു നാടിൻ്റെ പൈതൃകത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഭാഗമാണ്. ഞാൻ അത്തരം നവോത്ഥാന വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പ്രാർത്ഥനാഗീതം ആലപിച്ച മകൾ ചൊല്ലുകയുണ്ടായി, ദൈവം സത്യമാണ്, ദൈവം ജ്ഞാനമാണ്, ദൈവം ദയയാണ്, കരുണയാണ്, ഇതെല്ലാമാണ്. ഇന്ന് നമ്മളൊക്കെ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇനി 10 ദിവസം നീളുന്ന ഒരു കൊടിയേറ്റിന് സാക്ഷിയായി ഇരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഉത്സവത്തിൻ്റെ ദിനങ്ങളാണ്. ഈ ഉത്സവത്തിൻ്റെ ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ദൈവവിശ്വാസം, ധർമ്മം, ആചാരം, മതം എന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. ഏകസത് വിപ്ര ബഹുധാവദന്തി എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. എല്ലാ മതങ്ങളുടെയും സത്ത, ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത, ഈ ഭൂമിയുടെ സത്ത അത് ഏകമാണ്. ആ ഏകത്വത്തിലേക്കുള്ള മോക്ഷം അന്വേഷിച്ച് മനുഷ്യൻ പല വഴി തിരഞ്ഞെടുക്കുന്നു എന്നേ ഉള്ളൂ. ആ പല വഴിയിലൂടെ സഞ്ചരിച്ച് എല്ലാ മനുഷ്യരും എത്തിച്ചേരുന്നത് മോക്ഷം എന്ന് പറയുന്ന, പുണ്യം എന്ന് പറയുന്ന ഒരു ലക്ഷ്യതീരത്താണ്. കുറച്ചുകൂടി ലളിതസുന്ദരമായ ഭാഷയിൽ പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് അഴീക്കലാണ്. കരുനാഗപ്പള്ളിയാണ് മോക്ഷം എന്ന സ്ഥലം എന്ന് സങ്കല്പിക്കുക. ആ മോക്ഷത്തിലേക്ക് എത്താൻ വ്യത്യസ്തമായ വഴികളിലൂടെ നമുക്ക് പോകാം. പുറത്തോട്ടിറങ്ങി ഇടത്തോട്ട് സഞ്ചരിച്ച് പണിക്കരകടവ് വഴി കരുനാഗപ്പള്ളിയിലെത്താം. അതിനിപ്പുറം വെച്ച് തിരിഞ്ഞ് കരുനാഗപ്പള്ളിയിലെത്താം. വലത്തോട്ട് പോയി അഴീക്കൽ പാലത്തിലൂടെ ഓച്ചറ വഴി കടങ്ങി കരുനാഗപ്പള്ളിയിലെത്താം. ഇങ്ങനെ വ്യത്യസ്തമായ വഴിത്താരകളിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന
ഒരു ജീവിതത്തിൻ്റെ യാത്രാ പദ്ധതി മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മതം ചെയ്യുന്നത്. ഏത് വഴിയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ഇതെല്ലാം ചെന്നെത്തേണ്ടത് മോക്ഷത്തിലേക്കാണ്, സമാധാനത്തിലേക്കാണ്. മരണാനന്തരം ഒരു സ്വർഗത്തിനെ പ്രതീക്ഷിച്ച്, മരണാനന്തരം ഒരു മോക്ഷം പ്രതീക്ഷിച്ച് ഈ ഭൂമി നരകമാക്കണമെന്ന് ഒരു മതങ്ങളും പറഞ്ഞിട്ടില്ല. ഒരു മതവും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഏകസദ്വിപ്രാവും ബഹുദാവദന്തി എന്ന് പറഞ്ഞത്. എല്ലാ സത്യയും ഒന്നാണ്. നിങ്ങൾക്ക് ഈ വഴിയിലൂടെ പോകുന്നവർക്ക് ആ വഴിയാണ് നല്ലതെന്ന് വിശ്വസിക്കാം, ഈ വഴിയിലൂടെ പോകുന്നവർക്ക് ആ വഴിയാണ് നല്ലതെന്ന് വിശ്വസിക്കാം. തങ്ങളുടെ വഴി മാത്രമാണ് ശരിയെന്ന് വേണമെങ്കിലും വിശ്വസിച്ചോളൂ. പക്ഷേ ഈ വഴി സഞ്ചരിക്കുമ്പോൾ അപ്പുറത്തെ വഴിയെ സഞ്ചരിക്കുന്നവനെ പരിഹസിക്കാനോ വിദ്വേഷിക്കാനോ അതിൻ്റെ കാര്യമില്ല. ദൈവം അന്ധനും ക്രൂരനുമായ ഒരു മതതീവ്രവാദിയുടെ രൂപമല്ല ദൈവത്തിനുള്ളത്. ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്. ആ കരുണയിലേക്ക് എത്തിച്ചേരാൻ ആ കരുണയുടെ വഴി തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് മതങ്ങൾ പറഞ്ഞു തരുന്നത്. വ്യത്യസ്തമായ മതങ്ങളെല്ലാം അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിത് ആവർത്തിച്ച് ഇവിടെ നിന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇന്ന് മനുഷ്യർക്കിടയിലുള്ള ഒരു ചിന്തയുണ്ട്. ഹിന്ദുവിൻ്റെ ശത്രു മുസ്ലിം, മുസ്ലിമിൻ്റെ ശത്രു ഹിന്ദു, ഇവരുടെ രണ്ടുപേരുടെയും ശത്രു ക്രിസ്ത്യാനി അല്ല. ഹിന്ദുവിൻ്റെ ശത്രു കപട ഹിന്ദു, മുസ്ലിമിൻ്റെ ശത്രു കപട മുസ്ലിം, ക്രിസ്ത്യാനിയുടെ ശത്രു കപട ക്രിസ്ത്യാനി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഏറ്റവും സമാധാനപൂർണമായ ജീവിതത്തിൻ്റെ പദ്ധതി പറഞ്ഞു തരുന്നതാണ് മതം. അത് കലഹിക്കാനുള്ളതല്ല, അത് മനുഷ്യൻ തമ്മിൽ അടിക്കാനുള്ളതല്ല. നിങ്ങൾ എന്തിന് വ്യത്യസ്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ, നമ്മളൊക്കെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോകുന്നു. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദിയാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമമെന്ന് കവി പറഞ്ഞതുപോലെ വെറും നദിയിൽ ഒഴുകിപ്പോകുന്ന തടിക്കഷണം പോലെ. ഇതൊക്കെ ആലപ്പാടുകാരോട് പറയേണ്ട കാര്യമില്ല. ജീവിതം കൊണ്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഏറ്റവും ഹലാലായ ഭക്ഷണം എന്ന് പറയും, അഥവാ ഏറ്റവും ശരീരത്ത് പിടിക്കുന്ന ഏറ്റവും അർഹമായ ഭക്ഷണം കഴിക്കുന്നത് മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്ന മനുഷ്യരാണെന്ന് പല ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താ? അതിൽ കാപട്യമില്ല, അതിൽ ഒത്തുകളിയില്ല, അതിൽ ചതിയില്ല, അതിൽ കമ്മീഷനടിയില്ല, അതിൽ വഞ്ചനയില്ല. അങ്ങ് അനന്തമായി കിടക്കുന്ന കടൽ, അതിൻ്റെ നടുവിൽ നിസ്സഹായരായ കുറേ മനുഷ്യർ. നിങ്ങൾ 5 or 10 ഉണ്ടെന്ന് വിചാരിച്ച് അതിൻ്റെ തിരമാലയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ ശക്തിക്കോ ഒന്നും മുന്നിൽ നിങ്ങൾ ആരുമല്ല. വളരെ നിഷ്കളങ്കമായ മനസ്സോടെ കുടുംബം പോറ്റണം, വരുമാനം വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു പോകുന്ന നിങ്ങളുടെ വരുമാനമാണ് ഏറ്റവും അധ്വാനിക്കുന്നവന് അർഹമായ ഹലാലായ ഭക്ഷണം എന്ന രീതിയിൽ ഏറ്റവും ശരീരത്ത് പിടിക്കുന്ന ഭക്ഷണം. ഇന്ന് ഒരുപാട് പേരുടെ സമ്പാദ്യം ശരീരത്ത് പിടിക്കുന്ന സമ്പാദ്യമല്ല, വഞ്ചിച്ചും ചതിച്ചും ഒക്കെ നേടുന്നതാണ്. നമുക്കിപ്പോഴത്തെ കാലത്തെ സ്ഥിതി എന്താ? സ്വന്തം അനിയൻ്റെ മകനോട് നിൻ്റെ പെങ്ങളുടെ ഒരു വിവാഹം നടത്തണമെന്ന് ചിറ്റപ്പൻ്റെ മകനോടോ കൊച്ചാപ്പയുടെ മകനോടോ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ആ നിമിഷം അവനങ്ങ് ബ്രോക്കറാവും. പിന്നെ അവൻ വല്യച്ഛൻ്റെ വസ്തു വിൽക്കുന്നതിന് കമ്മീഷൻ അടിക്കുക. നാട്ടിൽ കല്ല് തട്ടി നടക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് പോലെയാണ് വസ്തു ബ്രോക്കർമാർ തട്ടി നടക്കാനൊക്കത്തില്ല. എല്ലാവർക്കും വിയർപ്പിൻ്റെ അസുഖമാണ്. വിയർക്കാതെ കാശ് സമ്പാദിക്കണം. ആ സമ്പാദനത്തിൻ്റെ വഴിയല്ല. മനുഷ്യജീവിതങ്ങളുടെ നിസ്സഹായാവസ്ഥ കണ്ട ആളുകളാണ് ആലപ്പാട്. ഞാനിപ്പോഴും ഓർക്കുന്നു 2004 സുനാമി ദുരന്തം ഏറ്റവും കൂടുതൽ നക്കിത്തുടച്ച ഗ്രാമമാണ് ഈ ഗ്രാമം. എനിക്കന്ന് വളരെ പ്രായം കുറവാണ്. പക്ഷേ മോർച്ചറിയിൽ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളുടെ പേര് വിളിച്ചു പറയാൻ മൈക്കൊരു നിയോഗം പോലെ എൻ്റെ കയ്യിലാണ് കിട്ടിയത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, കയ്യിൽ ഒരു പിടി മുടിയുമായി വന്ന ഒരു കൊച്ചു മോളുടെ മുഖം. ഒരു പിടി മുടിയുണ്ട്, അത് അമ്മയുടെ മുടിയാണ്. അന്നേരത്തെ വെപ്രാളത്തിൽ ബലമായി പിടിച്ചതാണ്. ആ മുടി പിഴുതുപോയി. ഈ കവിളിൽ കുത്തിയ കൺമഷി മാഞ്ഞു പോയിട്ടില്ല. അത് കണ്ട മനുഷ്യരാണ് നമ്മുടെ ആലപ്പാട്ടെ ജനങ്ങൾ. എല്ലാ ജാതിമത ഭേദമന്യേ ലോകം മുഴുവൻ ഇങ്ങോട്ട് ഒഴുകിയതാണ്. ആ നിമിഷത്തെ എല്ലാവരും കൂടി ചേർന്ന്, അവിടെ നമുക്ക് ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത്, മതം പഠിപ്പിക്കുന്നത് സ്നേഹമാണ്. മതം പഠിപ്പിക്കുന്നത്, ഇവിടെ പ്രാർത്ഥനാഗീതം ചൊല്ലിയതുപോലെ മകൾ പറഞ്ഞതുപോലെ, മതം പഠിപ്പിക്കുന്നത് ദയയാണ്. അത് വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന, വ്യത്യസ്തമായ വഴികളിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഒരു മതവിശ്വാസി ഒരിക്കലും ക്രൂരനാകാൻ പാടില്ല.
ദുഷ്ടനാകാൻ പാടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ ക്ഷേത്രം എന്തിനാണ്? ഈ ക്ഷേത്രം എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ മൊബൈൽ ഫോൺ ഒരു പ്ലഗിൽ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്നത് പോലെ മനുഷ്യരായ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെയുള്ള പ്രതിഷ്ഠകളെ തൊഴുതോ പൂജിച്ചോ അതിൻ്റെ മേൽ ഭക്ത്യാദരപൂർവ്വം സമർപ്പിച്ച് നമ്മൾ നല്ല മനുഷ്യരായി മാറാൻ വേണ്ടിയിട്ടാണ്, നല്ല മനുഷ്യരായി തീരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താ? ഇപ്പോൾ ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളായാലും ഭയങ്കര ഭക്തരാണെന്നറിഞ്ഞാൽ അയൽക്കാർ പറയുന്നത് എത്രയും പെട്ടെന്ന് അവൻ്റെ കൺമുമ്പിൽ നിന്ന് പോകണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭക്തി മൂത്ത് 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 നമ്മുടെ ആർത്തി സാധിച്ചെടുക്കുന്ന, നമ്മുടെ വിദ്വേഷം സാധിച്ചെടുക്കുന്ന, നമ്മുടെ അനാവശ്യമായ വികാരങ്ങളും വെറുപ്പും സൃഷ്ടിച്ചെടുക്കുന്ന ഇടമായി ഇത്തരം സ്ഥലങ്ങൾ മാറിക്കൂടാ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യനാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങളുടെ തമ്പുരാൻ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പാടിയത് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ എന്നാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെ രക്ഷിച്ച് നിലനിർത്തിയിരിക്കുന്ന, അല്ലാതെ ഇനി കൂടുതൽ വേണമെന്നല്ല പറയുന്നത്, അതുമാത്രം മതിയായതാണ് നന്മ ചെയ്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പുരാണങ്ങൾ ധർമാർത്ഥ കാമ മോക്ഷാണാം ഉപദേശ സമന്വിതം പുരാവൃത്തം കഥായുക്തം ഇതിഹാസം പ്രദക്ഷിതേ എന്നാണ് പറയുന്നത്. എന്തിനാണ് രാമായണ മാസം ആചരിക്കുന്നത്? എന്തിനാണ് ഭാഗവതം വായിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതൊക്കെ വായിക്കുമ്പോൾ മൈക്കുകാരൻ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യസന്ധമായ രീതി. ധർമാർത്ഥ കാമ മോക്ഷാണാം, അതായത് സമ്പത്തിൻ്റെയും നമ്മുടെ ശാരീരിക ഇച്ഛകളുടെയും അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചിതമായി ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരായി തീരാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മളിൽ രാമത്വമുണ്ടോ? നമ്മളിൽ ലക്ഷ്മണഭാവമുണ്ടോ? നമ്മളിൽ ഏത് ഭാവമാണുള്ളത്? ഇത് നമ്മളിലേക്ക് ആവാഹിച്ച് നല്ല മനുഷ്യരായി മാറാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ എന്തിനോ വേണ്ടി എന്ന നിലയിൽ കേൾക്കുന്നു. നമ്മൾ സന്തോഷപൂർവ്വം ആ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയകുമാർ പറഞ്ഞതുപോലെ, ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോഴും ആശങ്കയാണ്. തമ്മിൽ വഴക്കും വക്കാണവും ഇല്ലാതെ ഇതൊന്ന് പൂർത്തിയാവണമെന്ന് ആഗ്രഹിക്കുന്ന ആശങ്ക. യഥാർത്ഥ ഭക്തിയുള്ളിടത്ത് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? യഥാർത്ഥ ഭക്തിയുള്ളിടത്ത് അതിൻ്റെ ആവശ്യമുണ്ടോ? യഥാർത്ഥ ഭക്തിയുള്ളിടത്ത് ഇതിൻ്റെ, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ യാതൊരു ആവശ്യവുമില്ല എന്നതാണ് സ്ഥിതി. ഈശ്വരൻ, ദൈവം, അള്ളാഹു, ഇതൊക്കെ വ്യത്യസ്ത പേരുകളിൽ മനുഷ്യൻ പല രൂപത്തിലും ഭാവത്തിലും വിളിച്ച് അതിനെ ആരാധിച്ചും അതിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചും അതിൻ്റെ മുന്നിൽ സമർപ്പിച്ചും സ്വയം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് മതം പഠിപ്പിക്കുന്നത്. അല്ലാതെ വിദ്വേഷത്തിൻ്റെ പാതയല്ല, ഏറ്റുമുട്ടലിൻ്റെ പാതയല്ല. എനിക്ക് ആലപ്പാടിനോടുള്ള മറ്റൊരു സ്നേഹം ഞാൻ എപ്പോഴും എവിടെയും പറയാറുണ്ട്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വൃദ്ധമന്ദിരങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ആ സന്ദർശിച്ച സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ഈ പഞ്ചായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വൃദ്ധനെയോ വൃദ്ധയെയോ ഏതെങ്കിലും ഒരു അനാഥ മന്ദിരത്തിൽ ഉപേക്ഷിച്ചതായി ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പല വേദികളിലും പലയിടത്തും പറയാറുള്ളതാണ്. ഒരുപക്ഷെ അത് മതിലുകളില്ലാത്ത മനുഷ്യജീവിതം ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് വാനോളം അറിവും വിദ്യാഭ്യാസവും നേടി സമ്പത്തിനോട് ആർത്തിയും വല്ലാതെ കൂടിക്കഴിയുമ്പോഴാണ് മനുഷ്യനിൽ വ്യക്തിപരമായ ഇഷ്ടങ്ങളുടെ മറ്റൊന്നുമില്ലാത്തൊരു ലോകത്തെക്കുറിച്ചൊക്കെ എല്ലാവരും ചിന്തിച്ചു പോകുന്നത്. യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ ഭക്തിയും നമ്മളിൽ ഉണ്ടായിത്തീർന്നാൽ അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടാകുന്നതല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് മതത്തെ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. രണ്ടാമത്തേത് ദൈവമാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന, നമ്മൾ തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഇരിക്കുന്നു എന്ന് ദാസേട്ടൻ പാടിയ വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിനിമ ഗാനത്തിലൂടെ. കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. കുമാരനാശാൻ്റെ വളരെ പ്രശസ്തമായ വരികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരചാരി എന്നൊരു ചിത്രചാരുത ചാർത്തിയും എന്ന് തുടങ്ങുന്ന മനോഹരമായ വരിയിൽ
തൂണിലും തുരുമ്പിലും എല്ലാം ഇരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥ ദൈവവിശ്വാസി ഭയപ്പെടുന്നവനല്ല. യഥാർത്ഥ ദൈവവിശ്വാസം നിർഭയത്വമാണ്. യഥാർത്ഥ ദൈവവിശ്വാസം സ്നേഹമാണ്. യഥാർത്ഥ ദൈവവിശ്വാസം സാഹോദര്യമാണ്. ഒരു സിംഹം ഒരു മുയലിൻ്റെ കുഞ്ഞിനെയും സിംഹത്തിൻ്റെ കുഞ്ഞിനെയും കടിച്ചുകൊണ്ട് ഓടുന്നു എന്ന് സങ്കല്പിക്കുക. ആ കടിച്ചുകൊണ്ട് ഓടുന്ന വേളയിൽ സിംഹത്തിൻ്റെ കുഞ്ഞ് വളരെ സന്തോഷത്തോടെ ആ സിംഹത്തിൻ്റെ വായിലിരിക്കും. എന്നാൽ മുയലിൻ്റെ കുഞ്ഞ് പരിഭ്രാന്തിയോടെ ആയിരിക്കും സിംഹത്തിൻ്റെ വായിലിരിക്കുക. കാരണം മുയലിൻ്റെ കുഞ്ഞിനറിയാം തന്നെ ഭക്ഷിക്കാനായി കൊണ്ടുപോവുകയാണെന്ന്. യഥാർത്ഥത്തിൽ ദൈവത്തിലേക്ക് സമർപ്പിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവത്തെ അറിഞ്ഞ് ദൈവസന്നിധിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടേണ്ടത് നിർഭയത്വമാണ്. ആ സന്ദർഭത്തിൽ നമ്മൾക്ക് ആരോടും വിദ്വേഷം തോന്നില്ല. നമ്മൾക്ക് തോന്നുക സമൂഹത്തോടും കുടുംബത്തോടുമൊക്കെ വലിയ സ്നേഹവും ഇഷ്ടവുമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ? എല്ലാ ദേവാലയങ്ങളിലും വ്യത്യസ്തമായ ഒരുപാട് പരിപാടികളുണ്ട്, ചടങ്ങുകളുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ പള്ളികളിൽ 5 നേരം പ്രാർത്ഥനയുണ്ട്. അതുകൂടാതെ ഒരുപാട് ചടങ്ങുകളുണ്ട്. ക്ഷേത്രങ്ങളിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. പക്ഷേ ഈ ചടങ്ങുകളെല്ലാം ഉണ്ടാകുന്നതിനോട് കൂടി തന്നെ ഈ മതത്തിലൂടെയും ദൈവവിശ്വാസത്തിലൂടെയും നമുക്ക് കൈവരുന്ന ധർമ്മം, ആ ധർമ്മത്തിൻ്റെ കരുത്ത്, ആ ധർമ്മത്തിൻ്റെ മൂല്യം അത് നമ്മളിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നിടത്താണ് നമുക്ക് വലിയ നിരാശ തോന്നുന്നത്. ഇന്ന് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് പാടുന്ന കാലമാണ്. എത്രയോ ദക്ഷിണ കേരളത്തിലെയും ഇന്ത്യയിലെയും എത്രയോ മതവിശ്വാസികളും അതുപോലെയുള്ള ആളുകളും അവരവർക്കില്ലെങ്കിലും എത്ര ഭയഭക്തി ബഹുമാനത്തോടെ കൊണ്ടു കൊടുക്കുന്ന വസ്തുക്കൾ മോഷ്ടിച്ചെടുക്കുന്ന കാലം. എവിടെയാണ് നമ്മൾ ധർമ്മത്തെ തേടേണ്ടത്? എവിടെയാണ് നമ്മൾ വിശ്വാസിയെ അന്വേഷിക്കേണ്ടത്? നമ്മുടെ നാടുകളിൽ, കുടുംബങ്ങളിൽ, സഹോദരങ്ങൾക്കിടയിൽ ഭയങ്കരമായ പിണക്കം. എന്തിനാ പിണക്കം? വെറും നിസ്സാര കാര്യത്തിന്, അല്പം വസ്തുവിന്, അല്പം സമ്പത്തിന്, വെറും നിസ്സാരപ്പെട്ട കാര്യത്തിന്. എന്നിട്ടോ അങ്ങനെ എല്ലാ കാലത്തേക്കും പിണങ്ങിയിരിക്കുന്നില്ല. മരിക്കുമ്പോൾ കരയുന്നു, പിന്നെ സഞ്ചയനം നടത്തുന്നു. ഇസ്ലാം മതത്തിലാണെങ്കിൽ പിന്നെ 3ഉം 7ഉം 40ഉം പിന്നെന്താണ് ആണ്ടും എല്ലാം നടത്തുന്നു. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സ്വന്തം സഹോദരനോട് ഒന്ന് സംസാരിക്കാൻ. എന്തിനാണ് രാമൻ്റെ കഥ ആവർത്തിച്ചാവർത്തിച്ച് എല്ലാ വർഷവും രാമായണ മാസത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ചെല്ലുന്നത്? എന്തിനാണ് ലക്ഷ്മണനെ പരിചയപ്പെടുത്തുന്നത്? അതെന്തെങ്കിലും പരിചയപ്പെടുത്തുന്നതിലൂടെ, നടത്തുന്നതിലൂടെ ഇപ്പം ഇവിടെയുള്ള ഈ അന്നദാന മന്ദിരത്തിൽ കാണുന്ന ആ സ്ഥലത്തേക്ക് ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാനാ? അല്ല. ആത്മാവിൻ്റെ ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ ധർമ്മം. ആത്മാവിൻ്റെ ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ ധർമ്മം. ഈ പ്രകൃതിയുടെ അടിസ്ഥാനം സ്നേഹമാണ്. കാണുന്നതും കാണാത്തതുമായ വസ്തുക്കൾക്കിടയിലുള്ള സ്നേഹമാണ് ഈ പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ. ഞാൻ ആലപ്പാടോട് പറയേണ്ട കാര്യമില്ല. ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന തിരമാല ആ തീരത്തെ ചുംബിച്ച് മടങ്ങുമ്പോൾ അതിൻ്റെ കാറ്റേറ്റ് ശാന്തമായി ജീവിച്ച നമ്മൾ 4ഓ 5ഓ തിരമാലകൾ നിയന്ത്രണം വിട്ട് ഒരല്പം രൗദ്രഭാവത്തിൽ ഒന്ന് കരകയറിയപ്പോഴുണ്ടായ ദുരന്തം നമ്മൾ കണ്ടതാണ്. ആ സ്നേഹത്തിൻ്റെ ഭാഷ്യം മാറിയപ്പോൾ നമ്മൾ അറിഞ്ഞതാണ്. ഈ പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കളും പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നിലകൊള്ളുന്നത്. പക്ഷേ മനുഷ്യരായ നമ്മളുടെ സ്ഥിതി എന്താ? യഥാർത്ഥത്തിൽ മറ്റെല്ലാ ജീവികൾക്കും, ഞാൻ അവസാനിപ്പിക്കാം, മറ്റെല്ലാ ജീവികൾക്കും അടിസ്ഥാനപരമായ ആവശ്യങ്ങളായ വസ്ത്രം, അന്നം, ഭക്ഷണം ഇത് 3ഉം കിട്ടിയാൽ തൃപ്തിയാവും. പക്ഷേ മനുഷ്യരായ നമ്മളുടെ ആർത്തിയും ആഗ്രഹവും യുദ്ധവും തുടങ്ങുന്നത് അത് പൂർത്തിയാകുന്നതോടുകൂടിയാണ്. നിങ്ങളൊരു പൂച്ചയോ പട്ടിയോ കൊടുത്തു നോക്കൂ. വയറ് നിറച്ച് ഭക്ഷണം കഴിഞ്ഞാൽ പൂച്ചയുടെ പ്രശ്നം തീർന്നു. പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു, വയറ് നിറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം തീർന്നു. അതിന് 3 കാര്യങ്ങളേ ഉള്ളൂ. ഭക്ഷണം വേണം, കിടക്കാനൊരു സ്ഥലം വേണം, ഇണചേരാനൊരു സംഗതി ഉണ്ടാവണം. അത് 3ഉം പ്രകൃതിയുടെ ആവശ്യമാണ്, പ്രകൃതിയുടെ നിയമമാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമോ ഇത് 3ഉം കിട്ടിക്കഴിഞ്ഞാലാണ് മനുഷ്യൻ്റെ ആർത്തിയും അഹങ്കാരവും കൂടുതലാകുന്നത്. പട്ടിണിയാവുമ്പോൾ മനുഷ്യൻ വളരെ ശാന്തമായിരിക്കും. ഇസ്ലാം മതത്തിലെ റംസാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ വ്രതം ആരംഭിക്കാൻ. 30 ദിവസത്തെ വ്രതം. ഈ വ്രത കാലഘട്ടത്തിൽ മനുഷ്യരെ കണ്ടാൽ എല്ലാവരും എന്ത് പാവമാണെന്നറിയാവും. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ദൈവവിശ്വാസവും ഭക്തിയും ധർമ്മവും ഒക്കെ മനസ്സിൽ നിറയുമ്പോൾ നല്ല ചിരിയും സന്തോഷവുമുള്ള മനുഷ്യരായിട്ടാണ് കാണേണ്ടത്. എല്ലാവരുടെയും മുഖങ്ങൾ നമ്മൾ നോക്കുന്നിടത്തെല്ലാം ഒരുതരം നെയ്യപ്പവും കരിപ്പൂട്ടിയും കടിഞ്ചായയും പോലെ ഇരിക്കുക. എന്തോ ആവശ്യമില്ലാത്ത വൈരാഗ്യം പോലെ, എന്തോ പക പോലെ, എന്തിനെയൊക്കെയോ നമുക്ക് മതിയാവാത്ത നോക്കുന്നത് പോലെ.
യഥാർത്ഥത്തിൽ ഈ പറയുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന മനുഷ്യൻ പിന്നീട് അവൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ആർത്തിയുടെ തൃപ്തിക്കായി പാടുപെടുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതം നരകതുല്യമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ അഴീക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭക്തരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വയം സംസ്കരിക്കാൻ, നിങ്ങൾ സ്വയം തിരുത്താൻ, ആരെയും കാണിക്കാൻ വേണ്ടിയല്ല. കാണിക്കുന്ന ഭക്തി ദൈവത്തിന് വേണ്ട. ഇപ്പം മുരുകന് നിങ്ങൾ കുറച്ച് പേര് മുരുകൻ്റെ ഭക്തനായതുകൊണ്ട് മുരുകൻ്റെ സ്ഥാനം ഉയരില്ല. നിങ്ങൾ കുറച്ച് പേര് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കൊണ്ട് പടച്ചവൻ്റെ സ്ഥാനം ഉയരില്ല. നിങ്ങൾ കുറച്ച് പേര് കുരിശിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവിടെ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന് ഇനി ഉയർച്ച ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ അതിലൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി തയ്യാറാവുക, നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടി തയ്യാറാവുക. നമ്മളൊരു വാഹനം സർവീസിന് കയറ്റുന്നത് പോലെ നമ്മുടെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമല്ലോ, റേഞ്ചിലാണോ എന്ന്. അതുപോലെ നിങ്ങൾ ദൈവത്തിൻ്റെയും ധാർമ്മികതയുടെയും സത്യത്തിൻ്റെയും നീതിയുടെയും ഒക്കെ റേഞ്ചിലാണോ എന്ന് സ്വയം പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കുന്നതിന് വേണ്ടിയാകണം ഭക്തി. അതാണ് ഭക്തി, ആളെ കാണിക്കാനല്ല. ആളുകളെ മുഴുവൻ ദ്രോഹിച്ചിട്ട് അമ്പലത്തിന് മുന്നിൽ ഒരു കൊടിമരം ഉയർത്തി അതിനകത്ത് ഇന്നെടുത്ത പുഷ്കരം പിള്ള എന്ന് എഴുതി വെക്കുന്നത് കൊണ്ട് ദൈവത്തിനങ്ങ് ഇഷ്ടമായി എന്ന് വിചാരിച്ചാൽ അങ്ങനെ ദൈവത്തിനെ കളിപ്പിക്കാനാവില്ല. നമുക്കൊക്കെ തോന്നും ദൈവത്തിനെ കളിപ്പിക്കാവുന്നത്. ദൈവം ഇതെല്ലാം അറിയുന്നവനാണ്, ഇതെല്ലാം കാണുന്ന ശക്തിയാണ്. അത് നമ്മുടെ ആർത്തി പൂർത്തീകരണത്തിന് വേണ്ടിയുള്ളതല്ല. നമ്മൾ അനുസരണയുള്ള, അച്ചടക്കമുള്ള, മറ്റാരെയും ദ്രോഹിക്കാത്ത നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന നല്ല മനുഷ്യരായി മാറാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ഈ ഉത്സവം 10 ദിവസം പൂർത്തിയാകുമ്പോൾ ഈ ഉത്കണ്ഠയല്ല ഇവിടെ ഉണ്ടാകേണ്ടത്. മറിച്ച് നല്ല ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാൻ കഴിയണം. നല്ല സഹോദര സ്നേഹം, മനുഷ്യർക്കിടയിൽ സ്നേഹം, മതങ്ങൾക്കിടയിൽ സ്നേഹം, ചേർന്ന് നിൽക്കുന്ന സ്നേഹത്തോടെ ജീവിച്ച് അതിൻ്റെ നടുവിൽ നിന്ന് നമ്മൾ മരിച്ചങ്ങ് പോകണം. നമ്മളാരും ഈ പ്രപഞ്ചത്തിൽ ഒന്നുമല്ല. നമ്മളൊക്കെ വലിയ മസിൽ പിടിക്കുന്നെങ്കിലും ഒരു കുന്തവും ഇല്ല. റോഡിൻ്റെ നടുവിലിരിക്കുന്ന ഓന്ത് മസിൽ പിടിക്കുന്നത് പോലെ ഉള്ളു നമ്മൾ. ഒരു സൂപ്പർ ഫാസ്റ്റ് കയറി ഇറങ്ങി പോകുമ്പോൾ ഒരു നനവ് മാത്രം കാണും. ഇത്തിരി കഴിയുമ്പോൾ ആ നനവ് ഉണങ്ങും. നമ്മളെക്കാൾ മുമ്പേ ഇവിടെ പിടിച്ചു കുലിക്കുകയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മണ്ണിൽ പോലും കാണാനില്ല. അതുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദി. ശ്രീജിത്തും അതുപോലെ ഇതിൻ്റെ ഭാരവാഹികളുമൊക്കെ പലതവണ വിളിച്ചിരുന്നു. കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാരമ്പര്യവും മഹത്വവും സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ നിലനിർത്തി നല്ല മനുഷ്യരായി വേറിട്ട് നിൽക്കുക. ഒരു ജാതിയും ഒരു മതവും ഏതെങ്കിലും സംഗതിയും മറ്റാരെക്കാളും ഒന്നിനേക്കാളും വലുതല്ല, ഒന്നിനേക്കാളും ചെറുതുമല്ല. നമ്മളെല്ലാം മനുഷ്യരാണ്, ചേർന്ന് ജീവിക്കേണ്ടവരാണ്, ഒന്നായി മുന്നോട്ട് സഞ്ചരിക്കേണ്ടവരാണ്. അതിനെ കളങ്കപ്പെടുത്തുന്ന, അതിനെ മുറിക്കുന്ന, അതിനെ വിദ്വേഷപ്പെടുത്തുന്ന ഒന്നിനും നമ്മുടെ മനസ്സ് നൽകാതിരിക്കുക. നല്ല സന്തോഷത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ട് സഞ്ചരിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.